ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേ. കാരണം പണക്കാര് നമ്മളിൽ നിന്ന് എപ്പോഴും ഒളിപ്പിച്ചു വെക്കുന്ന ഒരു വലിയ രഹസ്യം നമ്മളിന്നിവിടെ പൊളിച്ചെടുക്കാൻ പോവാണ്. മാസം വെറും 26,000 രൂപ ശമ്പളം വാങ്ങി കേരളത്തിൽ സ്വന്തമായൊരു വീട്. കേൾക്കുമ്പോൾ തന്നെ അസാധ്യമെന്ന് തോന്നുന്നുണ്ടല്ലേ? നിങ്ങളെ പലരും അത് പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ടുമുണ്ട്. പക്ഷേ അതൊരു പച്ചക്കള്ളമാണ്. ആ കള്ളം എങ്ങനെ പൊളിക്കാം, ആ രഹസ്യത്തിലേക്കുള്ള വഴി എങ്ങനെ തുറക്കാം, അതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഈ ഒരു ചോദ്യം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സ്വയം ചോദിക്കാത്ത എത്ര മലയാളികളുണ്ടാവും അല്ലേ? ആദ്യത്തെ ശമ്പളം കയ്യിൽ കിട്ടുമ്പോഴുള്ള ആ ഒരു സന്തോഷമില്ലേ, അത് പതിയെ മാഞ്ഞു പോകുമ്പോഴാണ് ഈ ചോദ്യം ഒരു പേടി സ്വപ്നം പോലെ നമ്മളെ വേട്ടയാടാൻ തുടങ്ങുന്നത്. ഈ കിട്ടുന്ന കാശുകൊണ്ട് എങ്ങനെയൊന്ന് കരകയറും, എങ്ങനെ ഒരു കുടുംബം നോക്കും, പിന്നെ എവിടെയൊരു വീട് വെക്കുന്നത്? നിങ്ങളുടെ മനസ്സും ഇതുതന്നെയല്ലേ ഇപ്പോൾ പറയുന്നത്? ദേ, ഇതാണ് ആ മാന്ത്രിക സംഖ്യ, 26,000 രൂപ. കേരളത്തിലെ ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർക്ക് ഇതൊരു ലൈഫ് ലൈനാണ്, ഒരു മാസം മുന്നോട്ടു പോകാനുള്ളൊരു ഊർജം. പക്ഷെ ഞെട്ടിക്കുന്ന സത്യമെന്താണെന്ന് വെച്ചാൽ ഇതേ സംഖ്യ തന്നെയാണ് അവരുടെ സ്വപ്നങ്ങൾക്ക് മുന്നിലുള്ള ഏറ്റവും വലിയൊരു മതിലും. ഇതിനപ്പുറം കടക്കാൻ പറ്റില്ലെന്ന് പലരും സ്വയം വിശ്വസിച്ചുപോയി. ആ വിശ്വാസമാണ് സുഹൃത്തുക്കളെ നമ്മുടെ എല്ലാം യഥാർത്ഥ ശത്രു. അപ്പൊ നമ്മൾ ആ ചോദ്യം ചോദിച്ചേ പറ്റൂ. ഈ ശമ്പളം ഒരു സ്വപ്നം കാണാൻ നമ്മളെ സഹായിക്കുകയാണോ, അതോ നമ്മൾ പോലും അറിയാതെ ഒരു സാമ്പത്തിക കെണിയിലേക്ക് നമ്മളെ തള്ളിവിടുകയാണോ? ഒന്ന് ആലോചിച്ചു നോക്കിക്കേ. ജീവിതകാലം മുഴുവൻ ഈ ചെറിയ വരുമാനത്തിൽ കുടുങ്ങി വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് നിരാശപ്പെടാൻ വിധിക്കപ്പെട്ടവരാണോ നമ്മൾ? ഇതിന്റെ ഉത്തരം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഇതിലൊരു വലിയ ചതി ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ചതിയുടെ പേരാണ് സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ അറിവില്ലായ്മ. ഈയൊരു അവസ്ഥയെ നമുക്ക് ശരിക്കും മനസ്സിലാക്കാൻ ഇടുക്കിയിൽ നിന്നുള്ള ആശയുടെ കഥ കേൾക്കാം. 25 വയസ്സേ ഉള്ളൂ. നമ്മളെപ്പോലെ, നിങ്ങളെപ്പോലെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെയുള്ള ഒരു സാധാരണ പെൺകുട്ടി. അവളുടെ മാസവരുമാനം കൃത്യം 26,000 രൂപ. ആ ഒരൊറ്റ വരുമാനം കൊണ്ടാണ് അവൾ പ്രായമായ അച്ഛനമ്മമാരെയും പഠിക്കുന്ന 2 അനിയന്മാരെയും നോക്കുന്നത്. അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമെന്താന്നോ? ആ കുടുംബത്തിന് സുരക്ഷിതമായി താമസിക്കാൻ സ്വന്തമായൊരു വീട്. ഇതാണ് ആശയുടെ റിയാലിറ്റി. 25 വയസ്സ്, 26,000 രൂപ ശമ്പളം, ഇടുക്കിയിലൊരു ചെറിയ ഗ്രാമം, പിന്നെ നോക്കാൻ ഒരു കുടുംബം മുഴുവനും. ഇത്രയും ഉത്തരവാദിത്തങ്ങൾക്കിടയിലും അവൾ ഒരു വീട് സ്വപ്നം കാണുന്നു. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതവും ഇതുപോലെ എവിടേക്കോ ഒന്ന് തട്ടി നിൽക്കുന്നുണ്ടാവാം അല്ലേ? ശമ്പളത്തിന്റെ അക്കം ചിലപ്പോൾ മാറുമായിരിക്കും, പക്ഷെ ആ സ്വപ്നത്തിനും അതിന്റെ ഭാരത്തിനും ഏകദേശം ഇതേ ഫീൽ തന്നെയായിരിക്കും. അപ്പോ ശരിക്കുള്ള ചോദ്യം ഇതാണ്: ഈ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് ആശയ്ക്ക് എപ്പോഴെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ, അതോ അവളുടെ സ്വപ്നം ഒരിക്കലും നടക്കാത്ത ഒന്നായിട്ടങ്ങ് തീരുമോ? നമുക്ക് നോക്കാം. കാരണം അവളുടെ യാത്രയിൽ, അവളുടെ ഓരോ ചുവടിലും ഒരുപക്ഷേ നിങ്ങളുടെ സ്വന്തം ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ കൂടി ഒളിഞ്ഞിരിപ്പുണ്ട്. അവളുടെ വിജയം നിങ്ങളുടെ വിജയത്തിലേക്കുള്ളൊരു വഴികാട്ടിയായേക്കാം. ഇനി നമ്മൾ ആശയുടെ, അല്ല, ഒരുപക്ഷേ നമ്മുടെയെല്ലാം സാമ്പത്തിക സ്ഥിതിയുടെ ആഴത്തിലേക്ക് ഒന്നിറങ്ങിച്ചെല്ലാൻ പോവുകയാണ്. നമ്മളിൽ പലരും തിരിച്ചറിയാത്ത നമ്മുടെയൊക്കെ സ്വന്തം അവസ്ഥയുടെ ഒരു കണ്ണാടിയായിരിക്കും ഇത്. നമ്മുടെ കയ്യിൽ വരുന്ന പണം എങ്ങോട്ടാണ് മാസം തോറും ഇങ്ങനെ ഒലിച്ചു പോകുന്നതെന്നതിന്റെ ഞെട്ടിക്കുന്ന സത്യം. ഈ ചാർട്ടിലേക്കൊന്ന് നോക്കിക്കേ. ആശയുടെ 26,000 രൂപ എങ്ങോട്ടാ പോകുന്നത്? 10,000 രൂപ വീട്ടിലെ ചിലവിനായി അമ്മയ്ക്ക് കൊടുക്കും. ഏകദേശം 5,000 രൂപ അവളുടെ യാത്രാച്ചിലവ്, ഫോൺ റീചാർജ്, പിന്നെ അനിയന്മാരുടെ പഠിത്തത്തിന്റെ കാര്യങ്ങൾക്കുമായി പോകും. ബാക്കി വരുന്നത് 11,000 രൂപ. കൊള്ളാം, നല്ലൊരു തുക മിച്ചം വെക്കുന്നുണ്ടല്ലോ അല്ലേ? പക്ഷേ ഇവിടെയാണ് ആദ്യത്തെ കെണി. ഇതിനെ നമ്മൾ സേവിങ്സ് എന്ന് പറഞ്ഞ് സമാധാനിക്കും. പക്ഷേ ഈ സേവിങ്സിന് പിന്നിൽ വലിയൊരു അപകടം പതിയിരിപ്പുണ്ട്. ഇതാണ് ആ ഞെട്ടിക്കുന്ന സത്യം. പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ്, അല്ലെങ്കിൽ വീട്ടിലെ ഫ്രിഡ്ജോ മിക്സിയോ ഒന്ന് കേടാവുന്നു, അതുമല്ലെങ്കിൽ ഒരു ബന്ധുവിന്റെ കല്യാണത്തിന് കുറച്ചധികം പണം കൊടുക്കേണ്ടി വരുന്നു. ഇങ്ങനെ പെട്ടെന്ന് വരുന്ന ഒരൊറ്റ വലിയ ചെലവ് മതി ആശ മാസങ്ങളായി സ്വരുക്കൂട്ടിയ ഈ സമ്പാദ്യം മുഴുവൻ ഒലിച്ചുപോകാൻ. അവളുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുത്ത ആ ചെറിയ അടിത്തറയില്ലേ, അത് തകരാൻ ഒരു നിമിഷം മതി. അത്രയ്ക്ക് ദുർബലമാണ് അവളുടെ ഫിനാൻഷ്യൽ സെക്യൂരിറ്റി. ഒരു നിമിഷം ഒന്ന് സത്യസന്ധമായിട്ട് ആലോചിച്ചു നോക്കിക്കേ. നിങ്ങളും ഇതുപോലൊരു നൂൽപ്പാലത്തിലാണോ ജീവിക്കുന്നത്? ബാങ്ക് അക്കൗണ്ടിൽ കുറച്ച് കാശുള്ളതുകൊണ്ട് സമാധാനിക്കുന്നുണ്ടോ? ഒരൊറ്റ അപ്രതീക്ഷിത ചെലവ് വന്നാൽ എല്ലാം തകരുമെന്ന പേടിയിലാണോ നിങ്ങളും? എങ്കിൽ ശ്രദ്ധിക്കുക. കാരണം ഈ കെണിയിൽ നിന്ന് പുറത്തു കടക്കാനുള്ള ആദ്യത്തെ രഹസ്യം, ആദ്യത്തെ ആയുധം നമ്മളിതാ വെളിപ്പെടുത്താൻ പോവുകയാണ്. സാമ്പത്തികമായി വിജയിച്ച ആളുകൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ രഹസ്യായുധം ഇതാണ്. ഇതൊരു വെറും ടിപ്പല്ല, ഇതൊരു ശക്തമായ കവചമാണ്.
ജീവിതത്തിൽ പെട്ടെന്നുണ്ടാകുന്ന തിരിച്ചടികളിൽ നിന്ന് നിങ്ങളുടെ സ്വപ്നങ്ങളെ സംരക്ഷിക്കുന്ന ആദ്യത്തെ പടി. ഇതിന്റെ പേരാണ് അടിയന്തര ഫണ്ട് അല്ലെങ്കിൽ എമർജൻസി ഫണ്ട്. ആശയുടെ കയ്യിലുള്ള ആ 30,000-ഓ 40,000-ഓ രൂപയില്ലേ, അതൊരു സേവിങ്സ് അല്ല, അതാണ് അവളുടെ എമർജൻസി ഫണ്ടിന്റെ തുടക്കം. ഇതാണ് നമ്മുടെ ചിന്തയിലുണ്ടാകേണ്ട ആദ്യത്തെ വലിയ മാറ്റം, ഒരു ട്രാൻസ്ഫോർമേഷൻ. ഈ പണം വീട് വെക്കാനോ കാർ വാങ്ങാനോ ഉള്ളവല്ല. ഇത് തൊടാനേ പാടില്ലാത്ത പണമാണ്. പെട്ടെന്നുള്ള ആശുപത്രി ചെലവുകൾ, അല്ലെങ്കിൽ ജോലി നഷ്ടപ്പെട്ടാൽ കുറച്ചു മാസത്തേക്ക് ജീവിക്കാനുള്ള പണം, അങ്ങനെയുള്ള യഥാർത്ഥ എമർജൻസികൾക്ക് മാത്രം ഉപയോഗിക്കാനുള്ള ഒന്നാണിത്. ഇതിനെ നിങ്ങളുടെ ഒരു സാമ്പത്തിക പടച്ചട്ടയായിട്ട് കാണണം. ജീവിതം നമ്മുടെ നേരെ എറിയുന്ന ഏത് അപ്രതീക്ഷിത പ്രശ്നങ്ങളെയും തടുക്കാൻ സഹായിക്കുന്നൊരു ഷീൽഡ്. ഈ ഷീൽഡ് കയ്യിലുണ്ടെങ്കിൽ പിന്നെ വീടെന്ന സ്വപ്നത്തിനു വേണ്ടി മാറ്റിവെച്ച പൈസയിൽ തൊടാതെ തന്നെ ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിടാം. ആദ്യം സുരക്ഷ, അതിനുശേഷം മാത്രം സ്വപ്നം. ഇതാണ് ഒന്നാമത്തെ രഹസ്യം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ രഹസ്യം വെച്ച് നമ്മൾ സുരക്ഷ ഉറപ്പാക്കി. ഇനി രണ്ടാമത്തെ രഹസ്യത്തിലേക്ക് കടക്കാം. എങ്ങനെ നമ്മുടെ പണത്തിനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാം, എങ്ങനെ അതിനെ 10 മടങ്ങ് വളർത്താം. പ്രതിരോധത്തിൽ നിന്ന് ഇനി ആക്രമണത്തിലേക്ക് മാറാനുള്ള സമയമാണിത്. നമ്മുടെ പണം വെറുതെ ബാങ്കിലിരുന്ന് ഉറങ്ങുകയല്ല വേണ്ടത്, അതിനെക്കൊണ്ട് പണിയെടുപ്പിക്കണം. അതിനുള്ള ചില രഹസ്യ വഴികളുണ്ട്. നമ്മൾ മലയാളികളുടെ ഒരു ശീലമാണ്, കയ്യിൽ കുറച്ച് കാശു വന്നാൽ നേരെ കൊണ്ടുപോയി ഒരു ഫിക്സഡ് ഡെപ്പോസിറ്റിലിടും. നമ്മുടെ അച്ഛനമ്മമാരൊക്കെ പഠിപ്പിച്ചു തന്ന ഏറ്റവും സേഫായ മാർഗം. പക്ഷെ ഒരു ഞെട്ടിക്കുന്ന ചോദ്യം ഞാൻ ചോദിക്കട്ടെ, FD ആണോ യഥാർത്ഥത്തിൽ ഏറ്റവും മികച്ച മാർഗം? പണപ്പെരുപ്പം കാരണം നമ്മുടെ പണത്തിന്റെ വില ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനെ മറികടക്കാൻ FDക്ക് പറ്റുന്നുണ്ടോ? ഇതിലും നല്ല, എന്നാൽ ഏകദേശം ഇതേപോലെ സുരക്ഷിതമായ മറ്റു വഴികളുണ്ടെങ്കിലോ? ഈ സ്ലൈഡ് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിത്തിരിവാണ്. FDകൾ സേഫാണ്, സംശയമില്ല, പക്ഷെ പലിശ കുറവാണ്. എന്നാൽ ഡെറ്റ് മ്യൂച്വൽ ഫണ്ടുകൾ നോക്കൂ, പേര് കേട്ട് പേടിക്കണ്ട. സിമ്പിളായി പറഞ്ഞാൽ നമ്മൾ ബാങ്കുകൾക്കും വലിയ കമ്പനികൾക്കും കടം കൊടുത്ത് സ്ഥിരമായി പലിശ നേടുന്ന ഒരു രീതി. ഇതിന് സ്റ്റോക്ക് മാർക്കറ്റിന്റെ അത്ര റിസ്ക് ഇല്ല. അല്ലെങ്കിൽ പിന്നെ ഗോൾഡ് ETFകൾ, അതായത് പണിക്കൂലിയും പണിക്കുറവും കൊടുത്ത് സ്വർണം വാങ്ങുന്നതിനു പകരം അതേ വിലയ്ക്ക് ഡിജിറ്റലായി സ്വർണത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതുപോലെ. ഇവ രണ്ടും FD പോലെ സേഫാണ്, പക്ഷേ അതിനേക്കാൾ നല്ല വരുമാനം തരാൻ സാധ്യതയുണ്ട്. ഇതാണ് രണ്ടാമത്തെ രഹസ്യം, സ്മാർട്ടായി ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോ ആശയുടെ കയ്യിലെ ബാക്കിയുള്ള 11,000 രൂപയെ ഈ പുതിയ അറിവ് വെച്ച് നമുക്ക് വിഭജിക്കാം. ഇതിലെ 4,000 രൂപ എല്ലാ മാസവും ഒരു ഡെറ്റ് ഫണ്ടില് SIP ആയി ഇൻവെസ്റ്റ് ചെയ്യുന്നു. അനിയന്മാരുടെ വാർഷിക ഫീസ് അല്ലെങ്കിൽ ഓണത്തിന് ഡ്രസ്സ് എടുക്കുന്നത് പോലുള്ള ചെറിയ ഉറപ്പായ ചിലവുകൾക്ക് വേണ്ടിയാണിത്. ബാക്കിയുള്ള 7,000 രൂപ, അതാണ് അവളുടെ വീടെന്ന വലിയ സ്വപ്നത്തിനായി മാറ്റിവെക്കുന്നത്. അതവളൊരു ഗോൾഡ് ETF-ൽ നിക്ഷേപിക്കുന്നു. കണ്ടില്ലേ, എത്ര സിമ്പിൾ പക്ഷെ ഭയങ്കര പവർഫുള്ളായിട്ടുള്ളൊരു പ്ലാനാണിത്. ഇതുവരെ നമ്മൾ പഠിച്ച 2 രഹസ്യങ്ങളില്ലേ, എമർജൻസി ഫണ്ടും സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റും. ഇവ രണ്ടും കൂടി ചേരുമ്പോൾ ആശയുടെ അസാധ്യമെന്ന് തോന്നിയ സ്വപ്നം എങ്ങനെയാണൊരു യാഥാർത്ഥ്യമായി മാറുന്നതെന്ന് നോക്കാം. ഇനി വെറും വാക്കുകളല്ല, കണക്കുകളാണ് സംസാരിക്കാൻ പോകുന്നത്. കണക്കുകൾ വെച്ച് വ്യക്തമായൊരു പ്ലാനിലൂടെ അവളുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ നടന്നു കയറാൻ പോവാണ്. ഇതൊരു 2 വർഷത്തെ മിഷനാണ്. ഇന്ന് ആശ മാസം 7,000 രൂപയുടെ SIP തുടങ്ങുന്നു. 1 വർഷം കഴിയുമ്പോഴേക്കും അവളുടെ നിക്ഷേപം ചെറിയ വളർച്ചയടക്കം ഏകദേശം 90,000 രൂപ കടന്നിരിക്കും. 2 വർഷം പൂർത്തിയാകുമ്പോൾ അവളുടെ കയ്യിൽ ഏകദേശം 1.8 ലക്ഷം രൂപയുണ്ടാകും. 2 വർഷം മുൻപ് ചിന്തിക്കാൻ പോലും പറ്റാതിരുന്നൊരു തുക ഇപ്പോ കയ്യെത്തും ദൂരത്ത്. ഇതാണ് സ്ഥിരമായി ഒരേ കാര്യം ചെയ്യുന്നതിന്റെ ശക്തി. ഇടുക്കിയിലെ അവളുടെ നാട്ടില് ഒരു ചെറിയ വീട് വെക്കാൻ ഒരു 6 ലക്ഷം രൂപ വേണമെന്ന് വെക്കുക. അതില് 1.8 ലക്ഷം രൂപ ആശയുടെ കയ്യില് ഡൗൺ പേയ്മെന്റ് ആയിട്ട് റെഡിയാണ്. അപ്പൊ ബാങ്കിനോട് ചോദിക്കേണ്ടത് വെറും 4.2 ലക്ഷത്തിന്റെ ലോൺ മാത്രം. കണ്ടോ, 6 ലക്ഷം എന്ന ആ വലിയ സംഖ്യ ഇപ്പൊ എത്ര ചെറുതായി തോന്നുന്നു. പക്ഷേ ശരിക്കുമുള്ള ഷോക്കിന് വരാൻ പോകുന്നതേയുള്ളൂ. ഇതാണ് ആ ഷോക്കിംഗ് നിമിഷം. ഏകദേശം 4 ലക്ഷം രൂപ 8.5% പലിശയ്ക്ക് 10 വർഷത്തേക്ക് ഹോം ലോൺ എടുത്താൽ ആശയ്ക്ക് മാസം വരുന്ന EMI, അതായത് തിരിച്ചടവ്, വെറും 5,000 രൂപയിൽ താഴെയാണ്. ഒന്നോർത്ത് നോക്കിക്കേ, അവൾ വീടിനു വേണ്ടി എല്ലാ മാസവും മാറ്റിവെച്ചിരുന്നത് എത്രയാണ്? 7,000 രൂപ. അതായത് സ്വന്തം വീട്ടിൽ താമസിക്കുമ്പോൾ ലോൺ അടച്ചതിനു ശേഷവും അവളുടെ കയ്യിൽ 2,000 രൂപ ബാക്കി വരും. ഇതിലും വലിയൊരു സാമ്പത്തിക സ്വാതന്ത്ര്യം വേറെയുണ്ടോ? നമ്മളിൽ പലരും ലോൺ എന്ന് കേൾക്കുമ്പോഴേ പേടിക്കും, കടം കേറി മുടിയുമോ എന്നൊരു ഭയം. പക്ഷേ ഇവിടെയാണ് മൂന്നാമത്തെ രഹസ്യം. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ ലോൺ ഒരു കെണിയല്ല, അതൊരു ഉപകരണമാണ്. നമ്മുടെ സ്വപ്നത്തിലേക്ക് വേഗത്തിലെത്താൻ സഹായിക്കുന്ന ഒരു ടൂൾ.
ആശയുടെ കാര്യത്തിൽ ലോൺ എടുത്തതുകൊണ്ട് അവൾക്ക് വർഷങ്ങളൊന്നും കാത്തിരിക്കാതെ സ്വന്തം വീട്ടിലേക്ക് മാറാൻ പറ്റി. അതൊരു ഭാരമല്ല, അതൊരു ശക്തിയാണ്. അപ്പോ നമ്മള് ആശയുടെ കഥ കണ്ടു. 26,000 രൂപയിൽ നിന്ന് അവൾ തന്റെ സ്വപ്നത്തിലേക്കുള്ള വഴി സ്വയം വെട്ടിത്തുറന്നു. അവൾക്കത് സാധിക്കുമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും സാധിക്കില്ല? ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ രഹസ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കാനുള്ള സമയമായി. നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു ബ്ലൂ പ്രിന്റ്, അതാണിനി പറയാൻ പോകുന്നത്. ഈ 3 രഹസ്യങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചോളൂ. ഒന്നാമത്തെ രഹസ്യം, ആദ്യം സുരക്ഷ. ആരും തൊടാത്ത ഒരു എമർജൻസി ഫണ്ട് ഉണ്ടാക്കുക. രണ്ടാമത്തെ രഹസ്യം, പണത്തെ വളർത്തുക. വെറും FDകളെ മാത്രം ആശ്രയിക്കാതെ ഡെറ്റ് ഫണ്ടുകൾ, ഗോൾഡ് ETF പോലുള്ള സ്മാർട്ട് നിക്ഷേപ മാർഗങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമത്തെ രഹസ്യം, കടത്തെ ഒരു ടൂളാക്കുക. വലിയ സ്വപ്നങ്ങൾ നേടാൻ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ചെറിയ ലോണുകളെ ഒരു ഭയമായിട്ടല്ല, ഒരു ഉപകരണമായി കാണുക. പോകുന്നതിനു മുൻപ് ഒരു അവസാന ചോദ്യം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഭയം എന്താണ്? പെട്ടെന്നൊരു അസുഖം വന്നാൽ എന്തു ചെയ്യുമെന്നാണോ? കടം കേറി നടുവൊടിയുമോ എന്നാണോ? അതോ ഒരിക്കലും സ്വന്തമായൊരു വീട് വെക്കാൻ കഴിയില്ല എന്ന നിരാശയാണോ? നിങ്ങളുടെ ഉത്തരം, നിങ്ങളുടെ ഭയം എന്താണെന്ന് താഴെ കമന്റ് ചെയ്യുക. നമുക്കതിനെക്കുറിച്ച് സംസാരിക്കാം, ഒരുമിച്ചൊരു വഴി കണ്ടുപിടിക്കാം. ഇതുപോലുള്ള സാധാരണക്കാർക്ക് വേണ്ടിയുള്ള കൂടുതൽ ഫിനാൻഷ്യൽ രഹസ്യങ്ങളുമായി ഞങ്ങൾ എല്ലാ ആഴ്ചയും വരും. അടുത്ത രഹസ്യം നിങ്ങൾക്ക് നഷ്ടമാവാതിരിക്കാൻ ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇതൊന്ന് ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം ഈ അറിവ് അവർക്കുമൊരു സഹായമായേക്കാം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത ആഴ്ച കാണാം.